ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മാധവ് അക്ഷിതയാണെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് പോകുമ്പോഴേക്കും എടുത്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ മാധവ്? അതെ, എന്നെ ഇന്നലെ ഇഷിത വിളിച്ചിരുന്നു. എന്താ കാര്യം? അവളെ കാണാൻ വേണ്ടി ആ ഡോക്ടർ ദേവിക ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ഡോക്ടർ ദേവികയോ? അതെ. അവരെന്തിനാ ഹോസ്പിറ്റലിൽ വന്നത്? അത് അവളെ കാണാൻ? മാധവ് ചോദിച്ചില്ലേ? അല്ല, മാധവനോട് ഈ കാര്യം ആരാ പറഞ്ഞത്? ഇഷിത തന്നെയാ പറഞ്ഞത്. എന്നിട്ട് അവരെന്തിനാ വന്നേന്ന് അവള് പറഞ്ഞില്ലേ? ഇല്ല, വെറുതെ ഒരു സൗഹൃദ സംഭാഷണത്തിന് വന്നു എന്നാ പറഞ്ഞത്. എന്നാലും അവരെന്തെങ്കിലും കാര്യത്തിനായിരിക്കുമല്ലോ വന്നത്. അവരെ പേടിക്കണം. അതെ, പേടിക്കണം. എന്നെയും ഇഷിതനെയും ഈ ഒരു അവസ്ഥയിലാക്കിയത് അവരാണല്ലോ. അവര് കാരണമാണല്ലോ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത്. എന്തായാലും അവരെന്തിനാ വന്നേന്നുള്ളത് ഞാനൊന്ന് അന്വേഷിക്കാം മാധവ്. എടുത്ത് ചോദിക്കണം ഇഷിതടുത്ത് എന്തിനാണ് അവര് വന്നേന്ന്. അവരുടെ ഒരു സൗഹൃദ സംഭാഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ചോദിക്കാത്തത്. എടുത്തി പറ്റുമെന്നുണ്ടെങ്കിൽ ചോദിക്കണം അവരെന്തിനാണ് വന്നതെന്ന്. കാരണം അവരും അമ്മയും തമ്മിലുള്ള കണക്ഷൻ എടുത്തേക്ക് അറിയാലോ. അറിയാം മാധവ്. ഞാനൊരു കാര്യം ചെയ്യാം, ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കൊന്ന് പോകാം. അവൾ പറ്റുമെങ്കിൽ അവളെ കണ്ടിട്ടൊന്ന് സംസാരിക്കാം. അതേ എടുത്തി, ഒന്ന് സംസാരിക്കണം. ഇന്നലെ ഇതിന്റെ പേരില ലയായിട്ട് പിണങ്ങിയത്. ഓക്കെ മാധവ്, ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അശ്വിത അവിടെ നിന്ന് ഇറങ്ങാണ്. അത് കേട്ടുകൊണ്ട് ലയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടുത്ത് എന്താ പറഞ്ഞയച്ചത്? കാമുകിക്കുള്ള എന്തെങ്കിലുമൊക്കെ രഹസ്യ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ലേഖനമോ വല്ലതും ആണോ കൊടുത്തയച്ചത്? നീ നന്നാവില്ലല്ലേ? നീയൊന്നും ഒരിക്കലും നന്നാവില്ല. നന്നാവേണ്ടത് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കണല്ലേ, പിന്നെ എങ്ങനെ നന്നാവാനാ എന്ന് പറഞ്ഞിട്ട് മാധവ് അവിടുന്ന് പോവാണ്. ലയ ദേഷ്യത്തോടു കൂടി തന്നെ മാധവിനെ നോക്കാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് പ്രിയാമണിക്കും അതുപോലെ തന്നെ മാഷിനൊക്കെ കൊടുക്കാണ്. മാഷി ചോദിക്കണ്ടേ എന്താ മോളെ ഇത് എന്ന് ചോദിക്കുമ്പോൾ സുചിത്ര പറയണ്ടേ, അത് ഇളയച്ചിന് മനസ്സിലായില്ലേ, ഡ്രസ്സിന്റെ പൊതിയാ. അതെനിക്ക് മനസ്സിലായി. അല്ല, സാധാരണ വിശേഷ ദിവസങ്ങളിലാണല്ലോ ഡ്രസ്സൊക്കെ എടുക്കുന്നത്, ഇപ്പോ വിശേഷ ദിവസമൊന്നും അല്ലല്ലോ, പിന്നെ എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ പ്രിയാമണി ചോദിക്കണ്ട്. അതെ, ഓണം വിഷു ഒക്കെ വരുമ്പോഴാണ് സാധാരണ ഡ്രസ്സ് എടുക്കുന്നത്. ഇതിപ്പോ അങ്ങനത്തെ ദിവസമൊന്നും അല്ലല്ലോ, പിന്നെ എന്ത് പറ്റി മോളെന്ന് ചോദിക്കുമ്പോൾ ഇത് വിശേഷ ദിവസത്തിന്റെ നല്ലമ്മേ. നാളെ ഞാനും അതുപോലെ തന്നെ മഹേഷും ഒക്കെ കൂടിയിട്ട് ടൂർ പോകാൻ വേണ്ടി പോയല്ലേ. അമ്മേനെ ഞാൻ ഒരുപാട് പറ്റിച്ചതാണ്. അമ്മേനെ ചതിച്ചൊരു മോളാ ഞാൻ. അപ്പോൾ ആ ചതി എനിക്ക് മായച്ചു കളയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് എടുത്തത്. നാളെ ഞാനും മഹേഷും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി പോകുക. അതിന് അമ്മയുടെ അച്ഛൻ്റെ എല്ലാ അനുഗ്രഹവും വേണം എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി കരയാട്ടോ. എന്റെ പൊന്നുമോള് അമ്മേനെ ചതിച്ചിട്ടില്ല. അമ്മയാണ് മോളെ തെറ്റിദ്ധരിച്ചത്. ശരിക്കും പറഞ്ഞാൽ അമ്മക്ക് അതിന്റെ പേരിൽ വല്ലാതെ കുറ്റബോധമുണ്ട്. മോളുടെ ആദ്യ കുടുംബജീവിതം നശിക്കുന്നതിന്റെ കാരണം സ്ത്രീധനത്തിന്റെ പേരിലോ പണമോ പൊന്നോ ഒന്നുമില്ലാത്തതിന്റെ പേരിലല്ല. അതിന്റെ പേരിലൊക്കെ ഒരുപാട് ജീവിതവും കതിർ മണ്ഡപത്തി വെച്ചിട്ടൊക്കെ താലി വലിച്ചെറിഞ്ഞ പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ട്, ബന്ധം വേർപെടുത്തി പോകുന്നുണ്ട്. പക്ഷെ എന്റെ മോളുടെ ജീവിതം ആ സമയത്ത് തകർന്നു പോയത് ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരിലാ. അത് അങ്ങനത്തെ ഒരു പേരിൽ ഇതുവരെ ഒരാളുടെ ജീവിതം തകർന്നിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു വിഷമം അമ്മയുടെ മനസ്സിലുണ്ട് മോളെ. മോൾക്കൊരു കുഞ്ഞുണ്ടായി കാണുന്ന ഒരു ആഗ്രഹം അമ്മയുടെ മനസ്സിലുണ്ട്. അതാണ് അമ്മ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. സോറി മോളെ എന്ന് പറയുമ്പോൾ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. എന്തായാലും നാളെ ഞാനും മഹേഷും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. അതിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് എന്ന് പറയണം. അപ്പൊ സുചിത്ര ചോദിക്കണ്ട്, അതല്ല ചേച്ചി, ചേച്ചി മഹേഷേട്ടനും നാളെ ടൂറ് പോകുന്ന കാര്യം 101 എല്ലാവരും അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിട്ടില്ല, ഇനി വേണം പറയാനായിട്ട് എന്ന് പറയുമ്പോൾ പ്രിയാമ്മയുടെ മുഖം ആകെ മാറുവാട്ടോ. അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണത്? അമ്മ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്തായാലും ഇനിയിപ്പോ ഞങ്ങളെ ടൂർ മുടക്കാൻ ഒരു കാര്യവും ഇല്ല. ഇനിയിപ്പോ രാത്രിയായില്ലേ, ഇനിയിപ്പോ രാത്രിയാകും. അതുകൊണ്ട് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞങ്ങൾ പോകുകയും ചെയ്യും. അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ടമ്മേ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അശ്വിത അങ്ങോട്ടേക്ക് വരുവാട്ടോ. സുചിത്ര പറയണ്ട, ആഹാ അശിതേച്ചി നല്ല നല്ല സമയത്താണല്ലോ വന്നിരിക്കണതെന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട, ആ ചേച്ചി വന്നോ? സോറി ചേച്ചി, ഞാനും മഹേഷും നാളെ ടൂറ് പോകുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അശിതേച്ചി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. വിഷമമായി പോയല്ലോ എന്ന് ഇഷിത പറയുമ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ലടേ. നീയും മഹേഷൊക്കെ നല്ലൊരു ജീവിതം തുടങ്ങിയാൽ മാത്രം മതി. നിങ്ങൾ നന്നായിട്ട് ജീവിച്ച് കണ്ട അത് മാത്രം മതി, എനിക്ക് ഡ്രസ്സിന്റെ കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ അശിത ചോദിക്കണ്ട്, മാഷിയല്ല മോളെന്താ ഈ സമയത്ത്, അതും ക്ലാസ്സിൽ പോകാൻ സമയമായല്ലോ, ഈ സമയത്ത് എന്താന്ന് ചോദിക്കുമ്പോ അച്ഛ ഞാൻ ഇവളെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവളിവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യം ചോദിക്കാനായിട്ടായിരുന്നു. എന്താ ചേച്ചി, എന്താ കാര്യം? നിന്നെ കാണാൻ വേണ്ടി ഡോക്ടർ ദേവിക വന്നിരുന്നോ? ഓ, മാധവ് പറഞ്ഞതായിരിക്കും അല്ലേ? അതെ, അവരെന്തിനാ നിന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പ്രിയാമണി പറയണ്ടേ, ശേ ആ ഡോക്ടറിന്റെ കാര്യം എന്തിനാ ഇവിടെ പറയണത്? അതൊക്കെ മറക്കാൻ തുടങ്ങുന്ന കാര്യമാണ്. ആ കാര്യം ഇനി പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈശു നിന്റെ അടുത്ത്? അയ്യോ അമ്മേ, അതിന് ഞാൻ ആർക്കും പറഞ്ഞില്ല. ഡോക്ടർ ദേവിക എന്നെ കാണാൻ വന്നിരുന്നു എന്ന് മാധവിനോട് പറഞ്ഞു, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോഴേക്കും സുചിത്ര ചോദിക്കുന്നുണ്ട്, അല്ല ആരാ ഈ ഡോക്ടർ ദേവിക എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, അതോ ഞാൻ ഒരിക്കലും ഗർഭിണിയാവില്ലെന്ന് പറഞ്ഞ
ഡോക്ടറാണ്, ഡോക്ടർ ദേവിക എന്ന് പറയാണ്. ഓ, അവരെന്തിനാ ചേച്ചിനെ കാണാൻ വേണ്ടി വന്നത് എന്ന് സുചിത്ര ചോദിക്കുമ്പോഴേക്കും അത് അവരുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി വന്നതാ എന്ന് പറയുമ്പോൾ അശ്വിത ചോദിക്കേണ്ടത് അതെന്ത് കാര്യമെന്നാണ് ഞങ്ങൾ ചോദിച്ചത്, അവരെന്തിനാണ് നിന്നെ കാണാൻ വേണ്ടി വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇഷിത അശ്വിതയുടെ അവിടെ എല്ലാവരുടെയും മുഖത്ത് നോക്കുന്നുണ്ട്. പക്ഷെ ചോദിക്കേണ്ട എന്തിനാ മോളെ, എന്തിനാ അവര് വന്നത്, ഇനി ഒരു സമാധാനക്കേട് തരല്ലേ, പറ മോളെ, എന്തിനാ അവര് നിന്നെ കാണാൻ വേണ്ടുന്നത്? അച്ഛ, അവരൊന്നത് ഇഷിതനെ കാണാൻ വേണ്ടിയിട്ടല്ല, ഡോക്ടർ ഇഷിതനെ കാണാൻ വേണ്ടിയിട്ടാ. അതെന്തിനാണെന്നാ ചോദിച്ചത് എന്ന് പറയുമ്പോൾ ഇഷിത കഴിഞ്ഞ സംഭവങ്ങൾ പറയാട്ടോ. അതായത് ആ ഡോക്ടർ ദേവിക വന്നത് അവരുടെ മോളുടെ, അതായത് വർഷങ്ങളായി കഴിഞ്ഞിട്ടാണ് അവരുടെ മോൾക്ക് ഒരു കുഞ്ഞായത്. ആ കുഞ്ഞ് ഒരു അസുഖമുണ്ട്, 5 വയസ്സായി കുഞ്ഞ്. ആ അസുഖം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ഐഷിയുടെ അടുത്ത് അതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ആ കുഞ്ഞ് ഒരു മാറ്റവും വന്നില്ല. അപ്പൊ ഐഷിത പറഞ്ഞിട്ട് ഞാൻ 2-3 അങ്ങനത്തെ കേസ് എടുത്തിട്ടുണ്ട്, 2-3 സക്സസ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരെന്നെ കാണാൻ വന്നതാണ്. ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് കൊച്ചിന്റെ അസുഖത്തിന്റെ ഡീറ്റെയിൽസ് മെയിൽ അയക്കാൻ വേണ്ടി പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാൻ, അങ്ങനത്തെ കാര്യങ്ങളാട്ടോ സംസാരിച്ചത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇഷിത പറയാണ്, അവർ വന്നത് ഈ കൊച്ചിന്റെ കാര്യം പറയാനായിട്ടാണ്, വേറൊന്നുമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അഷിത പറയണ്ടേ, ശേ അവർക്ക് നാണൂല്ലേ, അവരുടെ പേരക്കുട്ടിനെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ അടുത്ത് പറയാനായിട്ട് ഒരു ലജ്ജയില്ലാത്തവർ അവർ വന്നിരിക്കുന്നു, നിന്റെ ജീവിതം തകർത്തിട്ട് എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയണ്ട, വേണ്ട അഷിത അതൊന്നും പറയണ്ട, അവര് ഒരു ഡോക്ടറാണ്, പക്ഷെ അവരൊരു മുത്തശ്ശിയാണ്, അവരുടെ പേരക്കുട്ടിനെ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർ ഇഷിതനെ കാണാൻ വന്നു, അത്രേ ഉള്ളൂ. അല്ല അവര് ശരിക്കും പറഞ്ഞാൽ എന്ത് തെറ്റാ ചെയ്തത്, മോൾക്കൊരു ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു, അവരത് തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട, അതേ ചേച്ചി എനിക്കൊരു കുഴപ്പമുള്ളത് അവർ തുറന്നു പറഞ്ഞു, ഒരു കണക്കിന് അത് നല്ല കാര്യമല്ലേ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം ഏത് നിലയിൽ എത്തുമായിരുന്നു. ഇപ്പൊ ഞാൻ ജീവിതത്തിൽ സമാധാനവും സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരി അവര് തന്നെയാണ്. മാഷ് പറഞ്ഞ എന്തായാലും മോൾ അവരുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രക്ഷിക്കണം, അതിനേക്കാളും പുണ്യപ്രവൃത്തി വേറെ ഒന്നുമില്ല അച്ഛ, എനിക്ക് അച്ഛൻ്റെ ഈ വാക്കുകൾ മാത്രം മതി എന്ന് പറയാണ്. അതെ ഞാൻ പോകുവാണ്, മഹേഷ് താഴെ വെയിറ്റ് ചെയ്യാണ്, മഹേഷിന്റെ കാർ വർക്ക്ഷോപ്പിലാണ്, വർക്ക്ഷോപ്പിൽ നിന്ന് കാർ എടുക്കണം, എന്നാലേ നാളെ ഞങ്ങൾക്ക് ടൂർ സമയത്ത് പോകാൻ പറ്റുള്ളൂ. ഓ ശരി മോളെ, നീ അവനെ ബോറടിപ്പിക്കേണ്ട, നീ പോവാൻ നോക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇനി സംസാരിക്കേണ്ട എന്ന് പറയാണ്. അങ്ങനെ ഇഷിത അവിടെ നിന്ന് ഇറങ്ങി പോകുവാട്ടോ. ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അകത്തേക്ക് പോവാണ്. അശ്വിത എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുചിത്ര പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും അനിയനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട, പോ സുജി നിന്റെ കാര്യം നോക്കിയിട്ട് എന്ന് പറയുമ്പോൾ സുചിത്രയും അകത്തേക്ക് പോവാണ്. മാഷ് ചോദിക്കണ്ട്, എന്താ മോളെ നിനക്ക് എന്തോ പോലത്തെ ടെൻഷൻ പോലെ തോന്നുന്നുണ്ടല്ലോ? അത് വേറൊന്നും അല്ല അച്ഛാ, ഈ ഡോക്ടർ ദേവിക വന്നു എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് മനസ്സിന് നമുക്ക് ആകെ ഒരു ടെൻഷനാണ്. അവർ ആകാശ്മേനെ വിളിച്ചിട്ട് അവരുടെ നമ്പർ ചോദിച്ചു മനസ്സിലാക്കി, അവരവിടെ കാണാൻ പോവുക വരെ ചെയ്തു. അവർ തമ്മിൽ എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടക്കുന്നുള്ള പോലെ ഞങ്ങൾക്ക് തോന്നുന്നു അച്ഛാ. അങ്ങനെ ഒന്നുമില്ല മോളെ, അവരങ്ങനത്തെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷിതനെ വന്ന് കാണേണ്ട കാര്യമില്ലല്ലോ അച്ഛ. അങ്ങനെയല്ല, മുമ്പ് അവർ തമ്മിൽ എന്തെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ, അതൊക്കെ വെറും തോന്നലാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, മാധവ് ഇപ്പൊ വീണ്ടും വിചാരമൊക്കെ ഉള്ള ഒരാളായിരിക്കാം, പക്ഷെ യശുവിനെ വിവാഹം കഴിക്കണ മുമ്പ് അവൻ അമ്മയുടെ സാരിത്തുമ്പി തൂങ്ങി നടക്കുന്ന ഒരു മോനായിരുന്നു. ഒരു കണക്കിന് ആ ബന്ധം ഒഴിഞ്ഞു പോയത് നന്നായി മോളെ, അതുകൊണ്ട് ഇഷുവിനെ ഇപ്പൊ ഈ നിലയിൽ എത്താൻ സാധിച്ചത്. പിന്നെ ഇഷുവിനെ വിധിച്ചത് മഹേഷ് തന്നെയാണ്, അവർ തമ്മിൽ തന്നെയാണ് ചേരുന്നത്, ചേരേണ്ടവരല്ലേ ചേരുള്ളൂ. നീ എന്തായാലും അതിനെക്കുറിച്ച് നാളത്തെ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാഷും അകത്ത് കയറി പോവാട്ടോ. പക്ഷെ അശ്വിത എന്തൊക്കെയോ ആലോചിച്ച് അവിടെ തന്നെ അങ്ങനെ നിൽക്കുവാണ്. മഹേഷ് ഇഷിത ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് ഭയങ്കര ഗൗരവത്തിലാട്ടോ. അപ്പൊ ഇഷിത പറയുന്നുണ്ട്, സോറി മഹേഷ്, ചേച്ചി വന്നപ്പോഴേക്കും സംസാരിച്ച് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല, മഹേഷ് താഴെ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ വിട്ടുപോയി, സോറി എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലടോ, തന്റെ ചേച്ചി വല്ലപ്പോഴല്ലേ വരാറുള്ളൂ, അല്ല ചേച്ചി വന്നതിനെതിരെ പ്രത്യേക കാരണമുണ്ടോ? ഉണ്ട്, ആ ഡോക്ടർ ദേവിക എന്നെ വന്ന് കാണാൻ വന്ന കാര്യം ഞാൻ മഹേഷിനോട് പറഞ്ഞില്ലേ, അത് വലിയൊരു വിഷയമാക്കിയിരിക്കണ വീട്ടിലിപ്പോ എല്ലാവരും. എനിക്കറിയില്ല എല്ലാവരും എന്തിനാ ഈ ഡോക്ടർ ദേവികയുടെ കാര്യം ഇത്ര വലിയ വിഷയമാക്കുന്നതെന്ന്. അപ്പോഴേക്കും മഹേഷ് ഇഷിതയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് മഹേഷ് എന്തിനാ ടെൻഷനായി ഇരിക്കുന്നെന്നുള്ള കാര്യം ഇഷിത അടുത്ത് പറയാണ്. ഇന്നലെ രാത്രി മഹേഷിനെ ആദി വിളിച്ചിരുന്നു. ആദി മഹേഷിനോട് പറയണ്ട്, ഇവിടെ ഒരു ആന്റി താമസിക്കാൻ വന്നിട്ടുണ്ട്, സുമിത എന്നാണ് ആന്റിയുടെ പേര് എന്ന് പറയാണ്. അതാലോചിച്ചിട്ടാ മഹേഷ് ടെൻഷനായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ മഹേഷ് പറയുന്നുണ്ട് ഇഷിത അടുത്ത്, എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുവാണ്, എന്തോ വലിയ വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുവാണെന്നൊരു തോന്നലിടോ എന്ന് ഇഷിത അടുത്ത് പറയുമ്പോൾ, എന്ത് പ്രശ്നം വന്നെങ്കിലും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടും, വിജയിക്കും, മഹേഷ് ഉറപ്പിച്ചോ, ഞാനില്ലേ കൂടെ എന്നൊക്കെ പറയാണ്. സുമിതയാണെങ്കിൽ നമ്മുടെ രചന അടുത്ത് പറയണ്ട്, രചന ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഈ യാത്ര നാളെ മുടങ്ങിയിരിക്കും, ഉറപ്പായിട്ടും മുടങ്ങിയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. എന്താണ് നാളെയാണ് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.